അല്ല, യൂത്തിന്റെ വോട്ട് നിർണായകമാകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് PSC വഴിയുള്ള നമ്മുടെ ജോലി നിയമനങ്ങളുടെ ഒരു ക്ഷാമം, അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് നിലവിലുള്ള നമുക്ക് വരുന്ന ന്യൂസ് അനുസരിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറിലെ 1ാം റാങ്കുകാരന് പോലും നിയമനം കിട്ടുന്നില്ല എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. ഏത് ലിസ്റ്റിലാണ്? അല്ല, ഞാൻ 2010 ലിസ്റ്റിൽ കയറിയായിരുന്നു. ഞാൻ നിലവിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനാണ്. അപ്പം ഞാൻ പറഞ്ഞത് യൂത്തുകളുടെ വോട്ട് ശരിക്കും ഒരു അവരെന്ത് ഡിസിഷൻ യൂത്ത് മാറ്റം ആഗ്രഹിക്കുന്നു. അതാ ടീച്ചർ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ കുറച്ചുകൂടെ നന്നായി പറയാൻ പറ്റുമോ? എന്താണ് കാണുന്ന കുട്ടികൾ അവർ ഈ തെരഞ്ഞെടുപ്പിനോടും ഈ സിസ്റ്റത്തിനോടൊക്കെ അവർക്കൊരു പിന്തിരിഞ്ഞ് നിൽക്കലുണ്ടോ, അതോ അവർ ഇതിനോട് ഓക്കെ ആയിട്ട് കാലഘട്ടത്തിലെ കുട്ടികൾക്കെല്ലാം അത് എല്ലാവർക്കും വ്യക്തമായ ഒരു ധാരണയുണ്ട് രാഷ്ട്രീയത്തെ പറ്റി. ധാരണയുണ്ട്. അവർക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനും എല്ലാ തരത്തിലുള്ള ന്യൂസും ഇൻഫർമേഷനും ഇപ്പോൾ അവരുടെ കയ്യിലെത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാനും എല്ലാത്തിനെ പറ്റിയും വിശകലനം ചെയ്ത് അവർക്ക് അവരുടേതായ തീരുമാനം. രാഷ്ട്രീയമായി അവയറാണ് അവർ. പിന്നെ അവരെല്ലാം രാഷ്ട്രീയമായി അവയറാണ്. യൂത്തിന്റെ വോട്ട് ഒരു കുഞ്ഞു യൂത്തിനെ കണ്ടല്ലോ. ആര് ജയിക്കും എന്ത് തോന്നുന്നു? ഞാൻ എന്റെ വീട് കുണ്ട്രമണ്ഡലമാണ്. PC വിശ്വനാഥ് ജയിക്കുവോ? ഉറപ്പായിട്ടും. സംശയമേ ഇല്ല. നല്ല സ്ഥാനാർത്ഥിയാണല്ലോ. LDF എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല പുള്ളിയെ. ഞാൻ PC വിശ്വനാഥ് ആയാലും മുമ്പ് കുറച്ച് കണ്ടിട്ടുണ്ട്. അത് KCUന്റെ ഇതിനൊക്കെ പുള്ളി നിന്നപ്പോ അല്ല റോബിൻ രാധാകൃഷ്ണനല്ലേ NDAയുടെ സ്ഥാനാർത്ഥി? ബിഗ് ബോസ് ഒന്നും കാണാനില്ലേ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് ബിഗ് ബോസിൽ നിന്നപ്പോ വോട്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിലാണ് വോട്ട് ചെയ്യുന്നത്, കുണ്ടറയിൽ വോട്ട് ചെയ്യില്ല. ബിഗ് ബോസ് വേറെ, ഇലക്ഷൻ വേറെ അല്ലേ? ഈ ബിഗ് ബോസും കുറെ അങ്ങനത്തെ റിയാലിറ്റി ഷോ താരങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്. അത് ഈ യുവാക്കളെ, ചെറുപ്പക്കാരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കോ? അതോ നിങ്ങൾക്ക് മുന്നിൽ വളരെ കാലമായി നിലനിൽക്കുന്ന നല്ല സ്റ്റേബിളായ നേതാക്കൾ ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ? അല്ല, സെലിബ്രിറ്റീസിനും രാഷ്ട്രീയമായിട്ട് അവരുടെ അഭിപ്രായം കാണുമല്ലോ. അപ്പൊ അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ അതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്ന് പറയുന്നത്. അതായത് അവർ രാഷ്ട്രീയത്തിൽ വരാതിരിക്കൊന്നും വേണ്ട, വന്നോട്ടെ. അങ്ങനെ മുകേഷ് അല്ലായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വലിയൊരു ഞാൻ കുണ്ട്രമണ്ഡലമാണ്. എന്നാലും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു മെച്ചപ്പെട്ടൊരു ഭയങ്കര സൂപ്പർ അടിപൊളി പറ്റൊന്നുമില്ല. ഓക്കെ, ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമുണ്ട്, ചാത്തന്നൂർ. അവിടെ ത്രികോണ മത്സരമാണ്. ആർക്കും വ്യക്തിപരമായി മുൻതൂക്കം പറയാൻ LDF ആണ് സ്ഥിരമായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ BJPക്കും അത്യാവശ്യം ഉണ്ട്. ഇപ്പം നിലവിലിപ്പം അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിട്ട് പോയിരിക്കുന്നത് സൂരജ് രവിയാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേട്ടാണ് കൊല്ലത്ത് മുകേഷിനെതിരെ മത്സരിച്ച പുള്ളിക്കാരനും അത്യാവശ്യം ഒരു ഗ്രിപ്പുള്ള നേതാവാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ത്രികോണ മത്സരം കൊല്ലത്ത് ത്രികോണ മത്സരം ചാത്തന്നൂർ നോക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാ? ഇവിടുത്തെ റിസൾട്ട് ഒന്ന് അറിയണമല്ലോ എന്ന് ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാ? റിസൾട്ട് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ഏകദേശമൊക്കെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. എന്നാ പറ കേക്കട്ടെ. 11 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കൊല്ലം മണ്ഡലം ബിന്ദു കൃഷ്ണ, ഇരവിപുരം മണ്ഡലം M നൗഷാദ്, ചവറ മണ്ഡലം സുജിത് വിജയംപിള്ള, കുണ്ട്ര PC വിശ്വനാഥ്, കൊട്ടാരക്കര KN ബാലഗോപാൽ, പിന്നെ കുന്നത്തൂര് ടൈറ്റാണ്. ഇപ്രാവശ്യം കോവൂർ കുഞ്ഞുമോന് ഒരു എതിർപ്പുകാരൻ അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്രാവശ്യം മിക്കവാറും ഉല്ലാസ് കോവൂർ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഉല്ലാസ് കോവൂർ ജയിക്കാനാണ് ചാൻസ്. പത്തനാപുരത്ത് പിന്നെ സംശയമൊന്നുമില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, പുള്ളിയെ ജയിക്കും. ഗണേശൻ പുള്ളിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കൊട്ടാരക്കര KN ബാലഗോപാൽ സംശയമില്ല. പത്തനാപുരത്ത് അങ്ങനെ ഒരു വലിയ മത്സരം നടക്കുന്നു, ഗണേശനെതിരെ ഒരു വികാരം ഉണ്ടെന്നൊക്കെ പലരും പറയുന്നു. ഗണേശനെതിരെ വികാരം വ്യക്തിപരമായി ഗണേശന് ചില പോരായ്മകൾ ഉണ്ടായിരിക്കും വ്യക്തിപരമായി. പക്ഷേ പുള്ളിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ പുള്ളി വളരെ മികവ് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പത്തനാപുരം ഗണേശന്റെ കയ്യിൽ നിന്ന് പോകാൻ ഒരു വകുപ്പില്ല. ഗണേശന്റെ അങ്ങനെയാണ് ഫിറോസ് കൊല്ലക്കാരൻ എന്ന നിലയിൽ നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ കൊല്ലത്ത് ജയിക്കണ്ടേ? വ്യക്തിപ്രഭാവം കൊണ്ട് എസ് ജെ മോഹൻ ബിന്ദു കൃഷ്ണ ഇവരെ ഞാൻ താരതമ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ബിന്ദു കൃഷ്ണൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾ അവസരം കൊടുക്കണ്ടേ?
അല്ലേ? എത്രയോ വർഷമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതയാണ് ബിന്ദു കൃഷ്ണ. അവർക്ക് ഒരു അവസരം അതീതമായി ആർക്കും അറിയില്ല. നാട്ടിലെ മണൽത്തരികൾക്കും അദ്ദേഹത്തെ അറിയാം. അറിയില്ല, അതാണ് ഈ വിഷയം. നാടിന്റെ നാഡീ സ്പന്ദനം അറിയുന്ന ആളാണ്. സിനിമ നടൻ നിർത്തിയാ പോരായിരുന്നോ? സിനിമാ രാഷ്ട്രീയം. സിനിമാ നടന്മാരെ നിർത്തുന്നതിനെ നമ്മൾ ശക്തമായി എതിർക്കുന്നതാണ്. അതല്ല അല്ല, മുകേഷിനെ ഒരു മിനിറ്റ് അങ്ങനെ മുകേഷിനെ പോലെ ഒരു ആളെ നിർത്തിയിട്ട് ഓക്കെ ആയോ? കൃഷ്ണ ഇവിടെ നിന്നിട്ട് തോറ്റിട്ടുണ്ട്. ഇവിടെ വികസനം ഒരു മണ്ഡലത്തിൽ കേരളത്തിലുണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിഷ്പക്ഷമായ പറയുന്നത്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ അനുഭാവമില്ല. 100% ഉറപ്പാണ് ഇവിടെ ജയമോഹൻ തന്നെ. കാര്യം എന്ന് പറഞ്ഞാല് ജനങ്ങളെ അറിയാവുന്ന ഒരു നേതാവാണ്. പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്ന സമയത്ത് അറിഞ്ഞൂടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ബിന്ദു കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാൻസും ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് എന്റെ അഭിപ്രായം. ഈ പിന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്ന സമയത്ത് പുള്ളിയെ കുറിച്ച് ഇവിടെ അറിഞ്ഞൂടാത്ത പഞ്ചായത്ത് ജയിച്ചു പോയെന്ന് കണക്കല്ല. അത് പറയരുത്. പുള്ളി അറിയാവുന്ന ബിന്ദു കൃഷ്ണയാണോ എസ് ജയമോഹനാണോ എന്നുള്ള കാര്യത്തിൽ തർക്കം. ഞാനൊരു കാര്യം ഒന്ന് പറയട്ടെ. അതത്ര അല്ല, പക്ഷെ അതത്ര ചെറുതാണോ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തില്ലേ? അതെ, കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് ജനങ്ങളോടൊപ്പം നമ്മൾ മലയാളികൾക്ക് ഒരു പാരമ്പര്യം ഉണ്ട്. എന്താ പറയാ, നമ്മുടെ മലയാളികൾ ജയിക്കത്തില്ല. ഈ ഹൈവേ ഒഴിച്ച് ബാക്കിയുള്ള ഗ്രാമങ്ങളിലെ റോഡുകളൊന്നും സഞ്ചരിക്കണം. നമ്മളെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ജയിക്കത്തില്ല. ഒരു വേസ്റ്റ് MLA ആയിരുന്നു ചവറയില്. അഭിലാഷിനെതിരെ ഗുരുതരമായ ആരോപണം. ഈ മൈക്കുറിച്ച അഭിലാഷിനും ഏതാണ്ട് ഈ സഹോദരിക്കും ശ്രീജയ്ക്കും എനിക്കും ഈ മഹേശ്വരനും ഞങ്ങൾക്കെല്ലാം നമ്മൾ മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണ്, സഹായിക്കുന്നവന്റെ മൂർധാവിൽ ചവിട്ടുക എന്ന്. എനിക്കങ്ങനെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് നമ്മൾ. ഞാനല്ല, അത് വാമനൻ. പറയട്ടെ, ആ വാമനന്റെ സ്വഭാവം നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് നമ്മളൊരു 10 ലക്ഷം രൂപ കടം കൊടുത്താൽ എവനിത് മേടിച്ചിട്ടാ പറയാൻ പറയോ, ദൈവമേ പിന്നെ എവനാണല്ലോ കൊടുക്കുന്നത്, നീ എനിക്കെന്താ തരാതെ, സഹായിച്ചവന് വീണ്ടും കിട്ടണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെ ഒരു പൊതു സിറ്റിംഗ് MLA മാരെ വീണ്ടും ജയിപ്പിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്.